ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇവിടെയും ഞങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുന്നു. മഴയുള്ള സമയത്തും അതുപോലെയുള്ള കാറ്റുള്ള സമയത്തും എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കണം കേട്ടോ. പുറത്തൊന്നും അധികം ഇറങ്ങാതെ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടന്നാലോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സ് ആട്ടോ പറയുന്നത്. നമ്മളെല്ലാവരും വീട്ടിൽ മെഴുകുതിരി കത്തിച്ച് വെക്കാറുണ്ടല്ലോ. പ്രത്യേകിച്ച് കറണ്ട് പോകുന്ന സമയത്ത് എല്ലാവരും ഇപ്പം മെഴുകുതിരി കത്തിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ടിപ്പാട്ടോ. നമ്മൾ ചില സമയത്ത് മെഴുകുതിരി കത്തിക്കുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് ഉരുകി തീരുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അടപ്പെടുത്തിട്ട് ഇങ്ങനെ മെഴുകുതിരി അതിനകത്ത് ഇറക്കി വെച്ചിട്ട് കത്തിച്ചാൽ മതി കേട്ടോ. ഒരുപാട് സമയം നമുക്കങ്ങനെ ഉരുകി പോകാതിരിക്കും കേട്ടോ. നല്ലൊരു ടിപ്പാട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് മഴക്കാലത്ത് കറണ്ട് പോകുമല്ലോ. മണ്ണെണ്ണ കിട്ടാൻ വളരെ ക്ഷാമമാണ്. അപ്പോൾ മണ്ണെണ്ണ ഇല്ലാതെ തന്നെ നമുക്ക് ഒരു മണ്ണെണ്ണ വിളക്ക് ഉണ്ടാക്കിയാലോ. ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടിപ്പാട്ടോ ഇത്. അപ്പം മണ്ണെണ്ണ ഇല്ലാതെ നമുക്ക് എങ്ങനെ വിളക്ക് കത്തിക്കാം. അതിന് വേണ്ടി ചെറിയൊരു ചില്ലുകുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടപ്പ് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ചെറുതായാലും കുഴപ്പമില്ല, വലുതായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ ഉള്ള കുപ്പി എടുത്താൽ മതി. ഞാനിവിടെ ഒരു ചെറിയ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിന് ശേഷം നമുക്കൊരു തിരി ഉണ്ടാക്കണം കേട്ടോ. ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നന്നായിട്ട് തിരി ഉണ്ടാക്കണം. എല്ലാവർക്കും അറിയാമല്ലോ, പണ്ടൊക്കെ എല്ലാവരും മണ്ണെണ്ണ വിളക്കാണ് കറണ്ട് പോകുന്ന സമയത്ത് വീടുകളെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഒരു തിരി ഉണ്ടാക്കണം. ഒരു കോട്ടൺ തുണി എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഒരു പഴയ തുണിയെടുത്ത് ഇതുപോലെ നന്നായിട്ട് തിരി ഇടുന്നുണ്ട് കേട്ടോ. ഇച്ചിരി കട്ടിയിലിട്ടാൽ മതി കേട്ടോ, കുഴപ്പമില്ല. എന്നിട്ട് ആ ഹോളിനകത്തോട്ട് അതിനകത്തോട്ട് കയറ്റണം. നമ്മുടെ തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കുപ്പിയിൽ ഒഴിക്കാൻ പോകുന്നത് മണ്ണെണ്ണയൊന്നുമില്ല കേട്ടോ. അത് വെറും പച്ചവെള്ളമാണ്. ഒരു 3/4 ഭാഗം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഓയിലാട്ടോ. ഏതെങ്കിലും ഉപയോഗിച്ച ഓയിലായാലും മതി, പഴയ ഓയിലായാലും മതി, അങ്ങനെ എന്തെങ്കിലും ഓയിലായാലും മതി കേട്ടോ. ഇത് ഞാൻ പഴയത് എക്സ്പയറി കഴിഞ്ഞ ഒരു ഒലിവ് ഓയിലാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പപ്പടം വറുത്ത എണ്ണ അങ്ങനത്തെ എണ്ണയൊക്കെ ആയാലും മതി കേട്ടോ. നല്ല എണ്ണ ഒഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനപ്പോൾ ഇതുപോലെ പഴയ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കത് തിരി അതിലോട്ടൊന്ന് ഇറക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് കത്തിച്ചാൽ മതി കേട്ടോ. മണ്ണെണ്ണയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് ഇത് കത്തിച്ച് വെക്കാം. ഒരുപാട് പുകയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. നല്ലൊരു എന്താ പറയുക, വിളക്കാട്ടോ ഇത്. അപ്പോൾ എനിക്ക് നന്നായിട്ടത് യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. മണ്ണെണ്ണയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനമല്ലേ ഇത്. നമുക്കിത് എവിടെ വേണമെങ്കിലും കത്തിച്ച് വെക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ സമയത്ത് എപ്പോഴും നമുക്ക് കറണ്ട് പോകും. മഴയുള്ള സമയത്ത് എപ്പോഴും കറണ്ട് പോകാറുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ നാരങ്ങ വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാകുന്ന ചെറിയ പ്രാണികളെയും ഈച്ചേനെയൊക്കെ നമുക്ക് തുരത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു പഴയ നാരങ്ങ, കേടായ നാരങ്ങ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനൊരു പഴയ നാരങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രാമ്പു കേട്ടോ. അപ്പോൾ ഈ നാരങ്ങയിലോട്ട് ഈ ഗ്രാമ്പു നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ആ ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലും ആ നാരങ്ങയുടെ സ്മെല്ലൊക്കെ ആകുമ്പം ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അതിൻ്റെ ശല്യമൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം കേട്ടോ. ഞാനിവിടെ 2 എണ്ണത്തിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ടിലിൻ്റെ അടിയിലോ അതുപോലെ ഈച്ചശല്യമുള്ള സ്ഥലത്തൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ബെഡിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ വെക്കാം. അതിൻ്റെ ആ സൈഡിലായിട്ട് വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിലോ എവിടെയാണോ ഈച്ചശല്യമൊക്കെ ഉണ്ടാകുന്നത് അവിടെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മുടെ കിച്ചണിലൊക്കെ ആയാലും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഈച്ചകളൊക്കെ വരുമല്ലോ. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ ഇവിടെ ടിവിയുടെ അടുത്തൊക്കെ ആയാലും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്സൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.